നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മുപ്ലിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അളഗപ്പനഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്ലിവണ്ടിന്റെ ശല്യം ഉണ്ടാകുന്നത്. 2 വർഷമായി ഈ സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. വണ്ടികൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ്. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ ഇന്നലെ രാവിലെയുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന 2 യുവാക്കൾ കൂടി മരിച്ചു. ബീച്ചിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. കത്തിരിക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, ആൽവിൻ എന്നിവരാണ് മരിച്ചത്. KSRTC അധികൃതരുടെ അനാസ്ഥ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 35ഓളം വരുന്ന യാത്രക്കാർ മണിക്കൂറുകൾ അന്തർ സംസ്ഥാന പാതയിൽ വനത്തിൽ കുടുങ്ങി. പകരം ബസ് അയക്കുവാൻ യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അവര് തയ്യാറായില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. വാടാനപ്പള്ളിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് ഒരാൾ മരിച്ചു. മുളങ്കുന്നത്തുകാവ് സ്വദേശി റിച്ചാർഡ് നിക്സനാണ് മരിച്ചത്. സുഹൃത്തുക്കളായ 2 പേർ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. പെർമിറ്റ് തുക അടയ്ക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്നത്. അതിരപ്പള്ളി വനത്തിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടന്നു. വാച്ചുമരം കോളനിക്ക് സമീപം ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പിടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ആനയുടെ ജഡം വനത്തിൽ സംസ്കരിച്ചു. ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പകലാ ക്യാമ്പ് ചോല ഗാലറി MD ജോമനാലിക്ക ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. 30 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രശസ്ത ശില്പി വിജു വാളൂർ ക്യാമ്പ് ഡയറക്ടറായിരുന്നു. ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ഡു ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് കരാട്ടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം കൊപ്രക്കളം ബുസ്താനുലൂലും അറബിക് കോളേജിൽ ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയയപ്പ് സംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. KNM സംസ്ഥാന സെക്രട്ടറി KA അബ്ദുൾ ഹസീബ് മദനി ഉദ്ഘാടനം ചെയ്തു. ഐരാണിക്കുളം ഉദയം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഉദയം സോക്കർ ഫെസ്റ്റിന് സമാപനമായി. ഐരാണിക്കുളം സ്കൂളിന്റെ മൈതാനിയിൽ മെയ് 5 മുതൽ 12 വരെയാണ് നടന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.